ഹായ് ഗൈസ്, ഞങ്ങളുടെ ഇന്നത്തെ ആദ്യത്തെ ദിവസമാണ്. ഞങ്ങൾ ഇത് ഇവിടുന്ന് താഴെ ബ്രേക്ക്ഫാസ്റ്റിന് വേണ്ടി പോകുന്നു. മമ്മിയും മോള് കൊണ്ട് കൂടെ. സേ ഹായ് ഗൈസ്. Hi. That's your elevator. We are on the third floor. They are keeping this area very clean. And we are going downstairs. Yes. Nice and spacious inside. So ഇതാണ് നമ്മുടെ നങ്ങേലി ഹോസ്പിറ്റൽ. അതിൻ്റെ അക്രോസ് ആയിട്ട് ഇവിടെ കാഫറ്റീരിയ ഉണ്ട്. നമ്മൾ കാഫറ്റീരിയയിലേക്ക് പോവുകയാണ്. So this is the small canteen at Nangeli. നമ്മൾ ബ്രേക്ക്ഫാസ്റ്റിന് മമ്മിക്ക് വേണ്ടി ഓർഡർ ചെയ്തത് പ്ലെയിൻ ദോശയാണ്. ഞാനൊരു അപ്പവും മുട്ടക്കറിയാണ് ഇവിടുന്ന് ഓർഡർ ചെയ്തത്. സോ മോളൊരു കഷ്ണം കേക്കാണ് ഓർഡർ ചെയ്തത്. നമ്മൾ അതുപോലെ തന്നെ ചായ ഓർഡർ ചെയ്തിട്ടുണ്ട്. സോ ഗൈസ്, നിങ്ങൾക്ക് ഇവിടുത്തെ ഫുഡ് നല്ലതാണോ എന്ന് ഞാൻ പറയേണ്ട കാര്യം ഇല്ലല്ലോ. കാര്യൻ്റെ എംറ്റി ആയിട്ടുള്ള പ്ലേറ്റ് കാണുമ്പോൾ അറിയാം ഫുഡ് നല്ലതായിരുന്നു എന്ന്. പിന്നെ ഇതാണ് ഇവിടുത്തെ മെയിൻ ഗേറ്റ് ആണത്. നല്ല വലിയ ഗേറ്റാണ്. സോ ഇതാണ് നമ്മുടെ നങ്ങേലിയുടെ ക്യാൻറ്റീനാണ്. വളരെ ചീപ്പായിട്ട് നമുക്ക് ഇവിടുന്ന് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാം. ഇതിപ്പോൾ ഞങ്ങൾ 3 പേര് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു. 100 രൂപയായിട്ടുള്ളൂ. സോ ഗൈസ്, ദിസ് ഈസ് ദ മെയിൻ ഗേറ്റ് ദാറ്റ് ഗോസ് ടു ദ മെയിൻ റോഡ്. അപ്പോൾ ഞങ്ങൾ തിരിച്ച് റൂമിലേക്ക് പോകുവാണ്. നമ്മുടെ ഇന്നത്തെ പരിപാടി, ഇന്ന് സൺഡേ ആണ്. അപ്പോൾ ആദ്യം ഒന്ന് പള്ളിയിൽ പോകും. അപ്പോൾ ഒരു 10 മിനിറ്റോടെ കഴിയുമ്പോൾ ഞങ്ങൾ ഇവിടെ ഈ ഓട്ടോ സ്റ്റാൻഡിൽ നിന്ന് ഒരു ഓട്ടോ എടുത്ത് ഇവിടെ ഒരു സെയിൻറ്റ് ജോസഫ് ചർച്ച് ഉണ്ട്. അവിടെ 9:30 കുർബാനയുണ്ട്. അങ്ങോട്ടാണ് ആദ്യം പോകാൻ പോകുന്നത്. You want to see a crowded bus. ഇതിവിടെ നമ്മുടെ ഹോസ്പിറ്റലിന്റെ പുറത്ത് ഇരിക്കാനുള്ള സ്ഥലമാണ്. സോ ഞങ്ങൾ പള്ളിയിലേക്ക് ഇറങ്ങുവാണ്. അപ്പോൾ കുർബാന കഴിഞ്ഞ് കാണാം. This is our auto with a nice music on. ഇതിലാണ് പള്ളിയിലേക്ക് പോകുന്നത്. തിരിച്ചല്ലേ പോണ്ടേ? This is our lousy, noisy auto. എന്താ പേര്? അല്ല, ഞാൻ വെറുതെ ചോദിച്ചതായി. This is the way to the church. There is a canal here.
This is our Saint Joseph Church. And that's a nice grotto. അതിന്റെ മാതൃകയിൽ ലഭിച്ച വചനം കൊട്ടേഷൻ വിത്ത് പേരും കൂടി എഴുതി കൊടുക്കുന്നു. അത് നമ്മള് അതിൽ നിന്ന് ഒരാളുടെ ഞറുക്കെടുത്ത്. These are all people coming out after the mass. Fresh bananas. It's just like 10 minutes ride from the church to Nangeli Hospital. സോ ഞങ്ങള് പള്ളിയിൽ പോയി കുർബാന കൂടി തിരിച്ചു വന്നു. കുറേ നാൾ കൂടിയാണ് ഒരു മലയാളം പള്ളിയിൽ പോയത്. 9:30 മാസ് തീർന്നത് 11:30ക്കാണ്. പിന്നെ ഈ നെറ്റൊക്കെ ഇട്ടതുകൊണ്ട് നല്ല ചൂടായിരുന്നു എന്ന് മാത്രം. ഓക്കെ ഗൈസ്, ഞങ്ങൾ തിരിച്ച് നങ്ങേലി ഹോസ്പിറ്റലിൽ എത്തി. സോ ഇൻ ഓർഡർ ടു യൂസ് ദ എലിവേറ്റർ we will have to put our key thing there first and then press where you want to go. He's the founder of this Nangeli hospital, Dr. Gopalan. സോ ഗൈസ്, ഇന്ന് സൺഡേ ആയതുകൊണ്ട് ഇന്നിവിടെ ഡോക്ടർ ഇല്ല. അപ്പം എൻ്റെ ട്രീറ്റ്മെൻറ്റ് നാളെയേ തുടങ്ങുള്ളൂ. അപ്പം ഞങ്ങൾ ഇനി വെറുതെ ഒന്ന് പുറത്തേക്ക് ഇറങ്ങുവാണ്. പുറത്ത് പോയി എന്തെങ്കിലും ഫുഡ് കഴിക്കുക, അതുപോലെ ഇവിടെ എന്താണ് ഓപ്പൺ എന്നെല്ലാം നോക്കി ഒന്ന് എക്സ്പ്ലോർ ചെയ്യാനാണ് ഇന്നത്തെ പരിപാടി. അപ്പോൾ നമുക്ക് വീണ്ടും ഞങ്ങൾ പുറത്തേക്ക് ഇറങ്ങുമ്പോൾ കാണാം. സോ വി ആർ ലോക്കിംഗ് ദ ഡോർ ഹിയർ. You have to lock it twice. Only then it will lock. Again? See, is it all the way done? Yeah. Okay, see if you can open other side. Yeah. Because for us in US, everything is the different side, so it's kind of complicated for us. Yeah, now it's locked. Take the key out. നമ്മള് ഓട്ടോയ്ക്ക് വേണ്ടി പോകുവാണ്. The auto is always loud. This is the way from Nangeli to, we are going to a restaurant which is located near Edapat Wedding Collections. ഇന്ന് ഞായറാഴ്ച ആയതുകൊണ്ട് പല കടകളും അടച്ചേക്കുവാണ്. അപ്പൊ പിന്നെ നമ്മൾ ഏതാ തുറന്നേക്കുന്നതെന്ന് നോക്കി, അപ്പൊ എടപ്പാട്ട് ഏതായാലും തുറന്നിട്ടുണ്ട്. അങ്ങനെയാണ് അങ്ങോട്ട് പോകുന്നത്.
എൺപത് അധികം അല്ലല്ലേ അവിടുന്ന് ഇവിടം വരെ? 80 അധികം അല്ല ആണോന്ന്? അല്ല അല്ല അതെ അല്ലേ? ഓക്കെ, ശരിയെങ്കിൽ നമ്മള് ഹോട്ടൽ ലക്ഷ്മിയിലേക്കാണ് ലഞ്ചിന് വേണ്ടി പോകുന്നത്. So everybody is getting hungry. Elizabeth, she changed her jeans out because she's saying it's too hot here. You take guys. So we had to take steps to go out. So we decided to stay downstairs. They have like one table downstairs. So we are eating downstairs because my mom cannot take the stairs. So we actually have a sign here. It's from the Kerala Hotel and Restaurant Association. It says you have to consume any to-go foods within 2 hours of purchase. So ഇത് ഞങ്ങളുടെ ഓർഡർ ചെയ്ത മീൽസ് ആണ്. സോ ഇതിന്റെ കൂടെ സാധാരണ എല്ലാവർക്കും അറിയാലോ എന്തൊക്കെയാ മീൽസിൽ കിട്ടുന്നത്. പപ്പടം ഉണ്ട്, അത് അവിയലാണ്, ചമ്മന്തി, തോരൻ, പിന്നെ ഇത് ആ ഒരു പയറും പിന്നെ ഒരു സാധനവും കൂടെ ഇട്ടത്, യോഗട്ട്. പിന്നെ നമ്മൾ ഷ്രിംപ് ഫ്രൈ ഓർഡർ ചെയ്തു. പിന്നെ നമുക്ക് എല്ലാ സാധനങ്ങളും ഉണ്ട്, അതായത് മോരുകറി, പച്ചമോര്, രസം ആൻഡ് സാമ്പാർ. And that's the shrimp fry. Looks good. So guys, this is actually like all you can eat buffet because you get as much as rice you want, you get all the curries as much as you want except the special. The special we order is shrimp. They don't give you that as much as you want. Everything else is as much as you want. So നമ്മുടെ ഹോട്ടൽ ലക്ഷ്മിയുടെ ബില്ലാണ്. എൻ്റെ അഭിപ്രായത്തിൽ നല്ല അഫോർഡബിൾ ആയ ഫുഡായിരുന്നു, ടേസ്റ്റിയും ആയിരുന്നു. അവരുടെ ചെമ്മീൻ ഫ്രൈ നല്ലതായിരുന്നു. ഇതാണ് നമ്മുടെ ഇടപ്പാട് ടെക്സ്റ്റൈൽസ്. ഇതിവിടെ എടക്കാട് ടെക്സ്റ്റൈൽസ് ആണ്. ഇന്ന് സൺഡേ ആയതുകൊണ്ടാണ് ഇവരൊട്ടും ബിസി അല്ല, അതുകൊണ്ട് നമുക്ക് നല്ല സർവീസ് കിട്ടുകയും ചെയ്തു. ഹായ് ഗൈസ്, അപ്പോൾ ഞാനിവിടെ കോതമംഗലത്ത് ഒരു ഷോപ്പിങ്ങിന് വന്നതാണ്. ഇടപ്പാട് ടെക്സ്റ്റൈൽസ് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമായിരിക്കുമല്ലോ. ഞങ്ങൾ ഇതിനു മുമ്പും ഇവിടെ നിന്ന് വന്നിട്ടുണ്ട്. ഇതായിരുന്നു ഇന്ന് എന്നെ സഹായിച്ച ആൾ. ഇൻട്രൊഡ്യൂസ് ചെയ്തോളൂ. എൻ്റെ പേര് രാജി. ഞാൻ 8 വർഷമായിട്ടുള്ള ജോലി ചെയ്യണു. നെരുവങ്കിലാണ് വീട്. അതെ, ഓക്കെ ഓക്കെ. ഞാൻ ഏതായാലും ഈ സ്റ്റോർ സജസ്റ്റ് ചെയ്യുന്നുണ്ട്. നല്ല കസ്റ്റമർ സർവീസ് ആയിരുന്നു. See you guys. Thank you. So we are done shopping at Edapat's Textiles and going back to Maneli. This is Kodamangalam Private Bus Stand. It's a fruit shop here. Also, he's cutting fresh coconuts. ഹായ് ഗൈസ്. സോ ഇത് ഞങ്ങൾ ഇന്ന് ഓട്ടോയും കൊണ്ട് വന്നേക്കുന്ന ഒരു ചേട്ടനാണ്. ചേട്ടാ പേര് പറഞ്ഞോ? ഓക്കെ. ചേട്ടൻ ദേ നന്നായിട്ട് ഞങ്ങളെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ഞങ്ങൾക്ക് ഫ്രൂട്ട്സ് വേണ്ട ഒരു നല്ല കടയിൽ നിർത്തി കരിക്ക് മേടിച്ചു തരുന്നു. യെസ്. അപ്പോൾ നിങ്ങൾ ഈ ചേട്ടനെ കാണുവാണെങ്കിൽ ഈ ചേട്ടൻ്റെ ഓട്ടോ കൈ കാണിച്ചു നിർത്തുക. യെസ്. Tender coconuts. We drank it and now he's cutting it. ചിലപ്പോ അടുത്ത സിനിമയിൽ ചേട്ടന് റോള് കിട്ടും കരിക്ക് വെട്ടാനായിട്ട്. യെസ്.
അതെ, ചേട്ടൻ റെഡിയാണ് ആർക്കെങ്കിലും കരിക്ക് വെട്ടി സഹായം വേണമെങ്കിൽ. That's all I want. ഹായ് ഗൈസ്, സോ ഇപ്പോൾ ഇവിടെ 7 PM ആണ് ആയേക്കുന്നത്. ഞങ്ങൾ ഡിന്നർ മേടിക്കാനായിട്ട് പുറത്തേക്ക് ഇറങ്ങുവാണ്. ഓക്കെ, സീ യു ഗൈസ്. സോ ഗൈസ്, ഇത് ഒരു തലശ്ശേരി ഫാമിലി റെസ്റ്റോറൻ്റ് ആണ്. ഇവിടെ നങ്ങേലിയുടെ തൊട്ടടുത്താണ്. അപ്പം ഞങ്ങൾ ഇന്നലെ ഇവിടുന്നായിരുന്നു ഫുഡ് മേടിച്ചത്. അപ്പം നമ്മൾ ഇന്നും ഇവിടുന്ന് ഫുഡ് മേടിക്കാനായിട്ട് വന്നേക്കുവാണ്. ഞങ്ങൾ ഓർഡർ ചെയ്തു, എന്നിട്ട് ഞങ്ങൾ റൂമിൽ കൊണ്ടുപോയാണ് കഴിക്കുന്നത്.